ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാനും കുട്ടികളും പിന്നെ പോലെ മാമിൻ്റെ മോളും മക്കളും ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അവർ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ പരിപാടിയിലാണ് കേട്ടോ. ദോശ ചുടുന്നുണ്ട്, ചായ ഇതാ അവിടെ തിളക്കുന്നുണ്ട്, അങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ബ്രദറിൻ്റെ വൈഫ് സഫ എന്നാണ് കേട്ടോ അവളെ പേര്. സഫ തേങ്ങ പൊളിക്കുന്നുണ്ട് പായസത്തിലേക്കും പിന്നെ അതുപോലെ നമ്മളെ ചട്നിയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ പൊളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പച്ചി ഇതാ കടയിൽ പോയിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ കാണാൻ പോണതാണ് വലിയൊരു കാഴ്ച കേട്ടോ. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പം എന്തായാലും ഞാൻ തന്നെ പൊട്ടിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് പൊട്ടിച്ച് നോക്കാനാണ് വെച്ച് തന്നതാണ്. അപ്പോൾ ഒന്നല്ല രണ്ടല്ല 3 തേങ്ങ ഞാൻ പൊട്ടിച്ച് കുറച്ചൊക്കെ ഇടങ്ങാറായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പോലൊക്കെ എന്നെ നിന്ന് കളിയാക്കുകയാണ്, ഇത്ര വലുപ്പമായിട്ട് ഒരു തേങ്ങ പൊട്ടിക്കാൻ അറിയില്ല, പേടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട്. പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാതൊക്കെ കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചൂട് കാരണം ഇപ്പച്ചി മക്കളൊക്കെ അവിടെ ഡൈനിങ് ഹാളിൽ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് അങ്ങനെ അവിടെ കിടക്കലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അവർ കിടന്നിട്ടുള്ള ആ വിരിയും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് വേഗം അടിച്ച് വാരി തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ചെയ്യുകയാണ്. ഒരു കാര്യമില്ല കേട്ടോ ഈ അടുക്കിപ്പറക്കി വെക്കലോണ്ടൊന്നും. നമ്മളെ മക്കൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഫുള്ള് വാരി വലിച്ചിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പണി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതായാലും അടിച്ച് വാരി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ അപ്പച്ചിയും മക്കളും ഉപ്പമ്മയും കൂടി ബിരിയാണിക്കുള്ള പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മളെ മെച്ചിതാ ഞാൻ പൊട്ടിച്ച തേങ്ങ ചിരകി തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ചെറുപയർ പരിപ്പിൻ്റെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതാ നമ്മളെപ്പച്ചി ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇതാ ചിക്കൻ പൊരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി ഇപ്പമ്മയും കൂടി ഇവിടെ അടുത്തുള്ള വീട്ടിൽ പ്രഷറും ഷുഗറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഉമ്മച്ചിനും ഇപ്പമ്മാനും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം നടയിരുന്നു കേട്ടോ. കഷ്ടപ്പാട് ദുരിതപ്പാടാണ് ഇവിടെ അപ്പോൾ ഓളെ കരിപുരൻ്റെ ജീവിതമൊക്കെ കണ്ട് കുറേ ചിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നമ്മളെ അമ്മമ്മയും മാമിയും അവൻ്റെ മോളും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പായസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതാ കുടിച്ചിട്ട് അവർ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. മക്കളൊക്കെ ഇതാ വന്ന് കുടിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചെറുപയർ പരിപ്പിൻ്റെ പായസം. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ അത് തന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആ സമയത്ത് വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇതുകൊണ്ടൊക്കെ സന്തോഷം കണ്ടില്ല. ഇപ്പോൾ ഈ ഷമോള് വരാതെ ഷമോള് അമ്മച്ചിൻ്റെ കൂടെ പോയതാണ്. അവൾ വരാതെ പൊട്ടിക്കാനും പറ്റില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇനിയാണ് ടാസ്ക്. ഇതാണ് നമ്മൾ അടുക്കളൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടുത്തെ കോലം. അപ്പം ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി നന്നാക്കിയൊക്കെ ഉണ്ട്. വെച്ച് പോയപ്പോൾ തന്നെ ഓർഡർ ഒന്ന് പോയതാണ് കിച്ചൺ നന്നാക്കി വൃത്തിയാക്കി വെച്ചുകൊണ്ട് വരുമ്പോഴത്തേനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ടാളും കൂടി ഒത്ത് പിടിച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇതാ ഒരു യുദ്ധത്തിന് ശേഷം നമ്മൾ അടുക്കള ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുളിച്ച് വരാൻ വെച്ച് വരുമ്പോഴത്തേന് കുളിച്ചില്ലെങ്കിൽ ഇനി അടുത്തത് അതിന് കേൾക്കേണ്ടി വരും. ഹായ്, ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് അണ്ണാച്ചി കോലത്തിലൊന്നല്ല ലുക്കിൽ വന്നിപ്പോൾ രണ്ടോ നല്ല സുന്ദരികളായിട്ടില്ലേ? ഇത് നല്ല പുട്ടിയൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് താത്ത. ഏതായാലും ഇനി ബാക്കിയൊക്കെ വിശേഷങ്ങൾ വീഡിയോ. ഒരു ഗ്ലാസോ മതി ഉണ്ടാക്കാൻ 4 ഗ്ലാസ്. ഇപ്പോൾ ചൂടാരപ്പോൾ ഗ്ലാസ്. അപ്പം നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കൊച്ചിൻ്റെ നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണിനി.
കുറേ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ടൊക്കെ ഇനി മദ്രസൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വരലൊക്കെ കണക്കന്നെ ഇക്കാരം. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ഒന്ന് ഒത്തുകൂടിയതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. മൂപ്പര് നമ്മളെ കൊണ്ടുപോകാൻ കൂടി വേണ്ടിയിട്ട് വന്നതാണ്. നാളെ മോന് മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അവർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ കാര്യമായിട്ട് കുടിച്ചിട്ടൊന്നും ഇല്ലേനി. പിന്നെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് മയങ്ങി എണീറ്റതിൻ്റെ ശേഷം നമ്മളിങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഓരോ ഗ്ലാസ് പായസം കുടിച്ച്. പിന്നെ അന്ന് വൈകുന്നേരം നല്ലൊരു മഴയൊക്കെ പെയ്തിന് കേട്ടോ. അപ്പോൾ മഴയും കണ്ട് ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശരി കട്ടൻ ചായയൊക്കെ കുടിച്ച്. ഏതായാലും മൊത്തത്തിൽ നല്ല രസമുണ്ടായിന് കേട്ടോ അന്ന്. പിന്നെ ഇതാ അപ്പമ്മയാണ് കേട്ടോ. അപ്പമ്മയും ഉമ്മമ്മയാണിത്. ഇപ്പമ്മമാരോട് വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മമാക്കും ഉമ്മമാക്കൊക്കെ ഭയങ്കര കുറവ് വന്ന്. ഞാൻ പറഞ്ഞല്ലോ മഴയൊക്കെ പെയ്തിനി, നല്ല ഷാറായിട്ട് മഴയൊക്കെ പെയ്ത് എല്ലാവരും കുറേ നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് നല്ല രസമുണ്ട് ഇനി അന്നത്തെ ദിവസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.